ഹായ്. ഷാനവാസ്, ബിന്നി, ലക്ഷ്മി മുട്ടനടി. ജയിലിൽ ഷാനവാസും അനീഷും, പുറത്ത് ബിന്നി, ലക്ഷ്മി. പൊരിഞ്ഞടിയാണ്, ഒരു രക്ഷയില്ലാത്ത അടി. എന്താണ് കാരണം? തീർച്ചയായും അനീഷും ഷാനവാസും ജയിലിലാണ്. അവരെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിന്നി ജയിൽ തുറന്നു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനകത്ത് അവർ കാര്യം സാധിക്കും. അപ്പോൾ തീർച്ചയായും ജയിൽ തുറന്നു കൊടുത്തേ പറ്റൂ. ഇവിടെ അവർക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു. ബിന്നി ജയിൽ തുറന്നു കൊടുക്കുന്നില്ല. ബിന്നി ഒരു കാര്യം ആവശ്യപ്പെടുന്നു, എന്നോട് മാപ്പ് പറഞ്ഞാലേ ജയിൽ തുറന്നു തരൂ എന്ന്. ഷാനവാസ് പറയുന്നു മാപ്പ് പറയില്ല എന്ന്. തീർച്ചയായും ബിന്നി തമാശ രൂപേണ ചോദിച്ചതായിരിക്കാം, ഷാനവാസ് തമാശയ്ക്ക് പറഞ്ഞതുമായിരിക്കാം. അത് തമാശയായാലും സീരിയസ് ആയാലും ബിന്നി ജയിൽ തുറന്നു കൊടുക്കണം. കാരണം ബാത്റൂമിൽ പോകാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അവിടെ ബിന്നി തുറന്നു കൊടുക്കുന്നില്ല, മാപ്പ് പറയാതെ തുറന്നു തരില്ല എന്നുള്ളൊരു സാധനം വരുന്നു. ഷാനവാസ് കയറി അലമ്പാവുന്നു. ഷാനവാസിന്റെ കയ്യിലുള്ള മാവ് ബിന്നിയുടെ മേലെ കുടയുന്നു. വൻ സീനാവുന്നു. അവിടെ ബിന്നി പറയുന്നു തുറന്നു തരില്ല, അവിടെ കിടക്ക് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ ഷാനവാസ് ഈ പറഞ്ഞ ബിന്നിയുടെ കെട്ടിയവനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അതിനിടയിൽ ലക്ഷ്മി വരുന്നുണ്ട്. ലക്ഷ്മിക്ക് പിന്നെ ഷാനവാസിനെ കണ്ടുകൂടാ, ലക്ഷ്മിക്കും കൊടുക്കുന്നുണ്ട് ഷാനവാസ്. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്? തീർച്ചയായും ബിന്നിയുടെ ഭാഗത്ത് തന്നെയാണ്. ബിന്നി ക്യാപ്റ്റനാണ്. ബിന്നിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഒരാൾ ബാത്റൂമിൽ പോകണം, അത് തുറന്നു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞാലേ തുറന്നു തരൂ എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ഞാനിത് പറയാൻ കാരണം, പല ആൾക്കാരും ആ പ്രൊമോയ്ക്ക് താഴെ ഷാനവാസ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ പറയുന്ന ആൾക്കാർക്ക് ഈ ബാത്റൂമിൽ പോകാൻ തോന്നുന്ന സമയത്ത് അവർക്ക് പോകാൻ പറ്റാതെ അവരവിടെ കുടുങ്ങിയിരിക്കണം. അപ്പോഴേ അവർക്കറിയൂ. ഇവിടെ ഷാനവാസും അനീഷും ബാത്റൂമിൽ പോകണമെന്ന് പറയുമ്പോൾ അവിടെ മാപ്പ് പറയണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ലോജിക്കാണോ ഉള്ളത്? തീർച്ചയായും അവിടെ തെറ്റ് ബിന്നിയുടെ ഭാഗത്ത് മാത്രമാണ്. ഇനി ഷാനവാസ് ഈ പറഞ്ഞ ബിന്നിയെ പച്ച തെറി വിളിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയൂ. ആ അവസ്ഥ അങ്ങനെയാണ്. അത് ഒരാൾക്കും പിടിച്ചു നിർത്താൻ പറ്റുന്നൊരു സാധനമൊന്നുമല്ല. അവിടെ ബിന്നിയുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്. ബിന്നിയുടെ ഉത്തരവാദിത്വം ബിന്നി ചെയ്യാത്തതിൻ്റെ പ്രശ്നം മാത്രമാണ്. ഷാനവാസ് ചിലപ്പോൾ പാച്ച തെറിയും വിളിക്കും. ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.